ഇയ്യോബ് 25 അധ്യായം. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ആധിപത്യവും ഭയങ്കരത്വവും അവൻ്റെ പക്കലുണ്ട്. തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവൻ്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെയിരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? അധ്യായം 26. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവന് എന്ത് ആലോചന പറഞ്ഞു കൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു? ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്തു നടുങ്ങുന്നു. പാതാളം അവൻ്റെ മുൻപിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതെയിരിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു. അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. തൻ്റെ സിംഹാസനത്തിൻ്റെ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു. അതിന്മേൽ തൻ്റെ മേഘം വിരിക്കുന്നു. അവൻ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു. അവൻ്റെ തർജ്ജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു. തൻ്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവൻ്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങളത്രേ. നാം അവനെക്കുറിച്ചൊരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? അധ്യായം 27. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്. എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല. എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ചു. അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തൻ്റെ അന്തരം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥബുദ്ധികളായിരിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്കിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവൻ്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിൽ ആകും. അവൻ്റെ വിധവമാർ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ. നീതിമാൻ അതൊടുക്കും. കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചെലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു. കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റവനെ പിടിച്ചിട്ട് അവൻ പോയിപ്പോകുന്നു. അവൻ്റെ സ്ഥലത്ത് നിന്ന് അതവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും. അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. അധ്യായം 28. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വയ്ക്കുന്നു. കൂരിരുളിലെയും
അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളിടത്ത് നിന്ന് ദൂരെ അവർ കുഴികുത്തുന്നു. കടന്നുപോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം. കനകപ്പൊടിയും അതിലുണ്ട്. അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല. പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല. അവർ തീക്കൽപ്പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു. അത് എൻ്റെ പക്കൽ ഇല്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരക്തമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാകുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു. ആകാശത്തിൻ്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ടു വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു.